ഹായ് യൂട്യൂബ് ശ്രോതാക്കൾക്ക് പൊന്നിയമ്മ കിച്ചൻസിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ കോളിഫ്ലവർ കൊണ്ട് ഫ്രൈ ഉണ്ടാക്കാനാണ് ഒരുങ്ങുന്നത്. വറുത്ത് വരിക അതിനുള്ള കോളിഫ്ലവർ ഇതിങ്ങനെ അടത്തി ഉപ്പും മഞ്ഞളും കൂടി കലക്കി കലക്കി ആ വെള്ളത്തിനകത്ത് ഒരു അരമണിക്കൂർ ഇട്ട് വെക്കണം. അതിനകത്ത് പുഴുവും അണുക്കളുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അവിടെ കടകളിലൊക്കെ നിലത്ത് കിടക്കുന്നതിൽ ഒക്കെ ആയതുകൊണ്ട് ശകലം നേരം വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ്. നടത്തി എടുക്കട്ടെ. കോളിഫ്ലവർ നല്ലപോലെ ഞാൻ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് കഴുകി വെച്ചേക്കുന്നതാണ്. ഈ വെള്ളം തിളപ്പിച്ച് അതിനകത്തോട്ട് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇടുവാണ്. കാൽ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഇതിനകത്തോട്ട് കോളിഫ്ലവർ വന്ന് കുഴഞ്ഞിടുകയാണ്. ഒന്ന് വാട്ടിയെടുക്കണം. കോളിഫ്ലവർ നല്ലപോലെ വേവായി. നമുക്ക് കോരിയെടുക്കാം. ഇത് നമുക്ക് കാട്ടിക്കോരി അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ്. ഈ ഒരു ഡപ്പ അരിപ്പൊടിയാണിത്. അരിപ്പൊടി ഒരു ഡപ്പ ഗോതമ്പ് പൊടി ഇട്ട് ഒരു 3/4 കപ്പ് കോൺഫ്ലവറാണ്. പൊടി 1.5 സ്പൂണാണ് ഇടുന്നത്. ഇഞ്ചിയും പച്ചമുളകുമാണ്. ഒരു അര ഇഞ്ച് ഇഞ്ചിയും ഒരു 6 വെളുത്തുള്ളിയും കൂടാണിത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടാണ്. അത് ചതച്ചെടുത്തതാണ്. ഗരം മസാല 1 സ്പൂണ്. ഒരു കുരുമുളക് പൊടിയാണിത്. ഉപ്പ് ഒരു 1/4 സ്പൂണ്. മഞ്ഞൾപ്പൊടിക്കകത്തിട്ട് വേവിച്ചെടുത്തത് അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ല മഞ്ഞ കളറുണ്ട്. ഉപ്പ് ഇനി നമുക്കത് മിക്സ് ചെയ്യാം. കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. ഈ പരുവമാണ്. നമുക്കിത് ഇതിലോട്ട് കുടഞ്ഞിടാം. ഇളക്കി മിക്സ് ചെയ്ത് ചീനിച്ചിട്ടിട്ട് എണ്ണ പകരുകയാണ്. എണ്ണ മൂത്ത് ഓരോന്നായിട്ടൊക്കെ ഇടാം. കോരിയാണ്. കൊട്ടയ്ക്കകത്തോട്ട് കോരിയിട്ട് കോളിഫ്ലവർ വറുത്ത് കോരി
നല്ലതുപോലെ മുരിഞ്ഞ് കണ്ട അതുപോലെ മുരിഞ്ഞ് ചിക്കൻ വറുത്ത് കോരി പോലെ ഇരിക്കുന്നു. ഒരു ടേസ്റ്റ് മുരിഞ്ഞ് പോയതുകൊണ്ട് എനിക്ക് കടിക്കത്തില്ല, പല്ലില്ലാത്തതുകൊണ്ട് കടിക്കാൻ മേല. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.